الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد الله أكبر كبيرا الحمد لله كثيرا سبحان الله بكرة وأصيلا لا إله إلا الله وحده ونصر عبدا أنجز وعدا وهزم الأحزاب وحده لا إله إلا الله الله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد. സഹോദരങ്ങളെ അസ്സലാമു അലൈക്കും. പെട്ടെന്ന് ആ റോട്ടിൽ നിൽക്കുന്ന ആളുകാർ ഒന്ന് കയറി നിൽക്കണം. സഫുകളിലേക്ക് അവർ കയറി നിൽക്കി പെട്ടെന്ന് സഫുകൾ പൂർത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം നമസ്കാരം ആരംഭിക്കേണ്ടതുണ്ട്. കൃത്യം 7:30 സഫുകൾ ശരിയാക്കി നമസ്കാരം ആരംഭിക്കുന്നതാണ്. അതുകൊണ്ട് ആ റോഡിൽ നിൽക്കുന്ന സഹോദരിമാർ സഹോദരങ്ങൾ തീർച്ചയായും സഹകരിക്കണം. വളണ്ടിയേഴ്സ് അതൊന്ന് ശ്രദ്ധിക്കണം. ഒട്ടും സമയം താമസിക്കാൻ പറ്റില്ല, കാരണം വെയിൽ ശക്തമായിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് മുമ്പേ വന്നിരുന്ന ആളുകളെ അവരുടെ വിഷമങ്ങളെ പരമാവധി മനസ്സിലാക്കി സഫുകളിലേക്ക് കയറിയിരിക്കും. പെട്ടെന്ന് നോക്കി ആ വളണ്ടിയേഴ്സ് ഒന്ന് ശ്രദ്ധിക്കണം. അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീല ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇഷ്ടമുള്ളതെല്ലാം നൽകി നമ്മുടെ ഈ ഇതിനു വേണ്ട എല്ലാ ചെലവുകളും അതിൽ നിന്ന് കിട്ടത്തക്ക രൂപത്തിൽ നിങ്ങളുടെ സംഭാവനകൾ അർപ്പിക്കണം, ദാനധർമ്മങ്ങൾ നൽകണം എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ സമയമായിരിക്കുകയാണ്. 7:30 നമ്മൾ തുടങ്ങും എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വഴിയിൽ ഒരുപാട് ആളുകൾ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. സഫ് എല്ലാവരും സഫ് എഴുന്നേറ്റ് നിൽക്കുക. വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള ജിഗാർഡ് അക്വ സൊല്യൂഷൻ ആധുനിക സൗകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ, സോളാർ എനർജി സിസ്റ്റം, കറന്റ് ഉപയോഗം 60% കുറയ്ക്കുന്ന BLDC ഇലക്ട്രിക് ഉപകരണങ്ങൾ, CCTV ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാർഡിൽ ലഭ്യമാണ്. നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്തത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു. അലങ്കാന സമീപം CV റോഡ്, പൊന്നാനി. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അല്ലാഹു അക്ബർ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين
اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. سبح اسم ربك الذي خلق فسوى والذي قدر فهدى والذي أخرج المرعى فجعل النحوى سنقرئك فلا تنسى إلا ما شاء الله إنه يعلم الجهر وما يخفى ونيسرك لليسرى فذكر إن نفعت الذكرى سيذكر من يخشى ويتجنبها الأشقى الذي يصلى النار الكبرى ثم لا يموت فيها ولا يحيا قد أفلح من تزكى وذكر اسم ربه فصلى بل تؤثرون الحياة الدنيا والآخرة خير وأبقى إن هذا لفي الصحف الأولى صحف إبراهيم وموسى. الله أكبر. سمع الله لمن حمده. الله الله أكبر. 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 بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. أفلا ينظرون إلى الإبل كيف خلقت وإلى السماء كيف رفعت وإلى الجبال كيف نصبت وإلى الأرض كيف سطحت فذكر إنما أنت مذكر لست عليهم بمسيطر إلا من تولى وكفر فيعذبه الله العذاب الأكبر إن إلينا إيابهم ثم إن علينا حسابهم. الله أكبر. سمع الله لمن حمده. الله أكبر. الله أكبر. الله أكبر. الله أكبر.
السلام عليكم ورحمة الله. السلام عليكم ورحمة الله. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു മാസക്കാലത്തെ സഹനത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും വ്രതാനുഷ്ഠാനത്തിന് ശേഷം ഇന്ന് വിശ്വാസികൾ ഈദുൽ ഫിത്തർ ആഘോഷിക്കുകയാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പ്രിയമുള്ളവരെ, ശഅബാനിൻ്റെ അവസാന സന്ധ്യാസമയത്ത് വിശുദ്ധ റമദാനാകുന്ന അതിഥി നമ്മിലേക്ക് കടന്നു വന്നു. ആ അതിഥിയോടൊപ്പം താമസിക്കുകയായിരുന്നു നമ്മൾ ഒരു മാസക്കാലം. ആ വിശിഷ്ടാതിഥി വെച്ച് നീട്ടിയ സമ്മാനപ്പൊതികൾ സ്വീകരിച്ചുകൊണ്ട് ആത്മീയത തളം കെട്ടി നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലായിരുന്നു ഇസ്ലാമിക ലോകം ഒരു മാസക്കാലം നിലനിന്നിരുന്നത്. ആ അതിഥി നമ്മോട് വിട പറഞ്ഞിരിക്കുകയാണ്. വിശുദ്ധ റമദാനിന് വിശ്വാസികൾ ഇന്നലെ കണ്ണീരോടുകൂടി യാത്രാമൊഴി നൽകി. എന്നാൽ ആ കണ്ണുനീരോടൊപ്പം തന്നെ ഒരു മാസക്കാലം ഈ വിശുദ്ധിയുടെ നാളുകളിൽ ആ അതിഥിയോടൊപ്പം താമസിക്കാൻ കഴിഞ്ഞു എന്നതിൻ്റെ സന്തോഷവും ശവ്വാലിൻ്റെ അമ്പിളിക്കല കണ്ടതിൻ്റെ സന്തോഷവും തളം കെട്ടി നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുന്നത്. അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. അല്ലാഹു അക്ബർ. ഈ ദിവസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്തെന്ന് ചോദിച്ചാൽ അല്ലാഹു അക്ബർ. അള്ളാഹുവാണ്, പ്രപഞ്ചനാഥനായ റബ്ബാണ് ഏറ്റവും വലിയവൻ. റബ്ബിൻ്റെ മുന്നിൽ ഞാൻ വളരെ നിസാരനാണ്, വിനയാന്വിതനാണെന്ന് പ്രഖ്യാപിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ഇന്നത്തെ ഈദ് നമസ്കാരത്തിൽ ഇന്നലകളിലും ഇന്ന് രാവിലെയും നമസ്കരിച്ചതുപോലെയാണോ നമ്മൾ നമസ്കരിച്ചത്? അല്ല. ഇന്നത്തെ ആദ്യത്തെ റകഅത്തിൽ 7 തക്ബീറുകൾ നമ്മൾ ആവർത്തിക്കുകയുണ്ടായി. അതുപോലെ തന്നെ രണ്ടാമത്തെ റകഅത്തിൽ 5 തക്ബീറുകൾ ആവർത്തിക്കുകയുണ്ടായി. അല്ലാഹു അക്ബർ, അള്ളാഹുവാണ് ഏറ്റവും വലിയവനെന്ന് ഉച്ചൈസ്തരം പ്രഖ്യാപിക്കുകയാണ്. ഈ അല്ലാഹു അക്ബർ എന്ന വചനമാണ് ഞാനും നിങ്ങളും ഈ മണ്ണിൽ പിറന്ന ഉടനെ ആദ്യമായി കേട്ട വാക്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 5 നേരത്തെ നമസ്കാരത്തിലും ആ ബാങ്ക് വിളിയിലും ഇഖാമത്തിലുമൊക്കെ നമ്മൾ കേൾക്കുന്നത് അല്ലാഹു അക്ബർ, അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ. സകലമാന അഹങ്കാരത്തിൻ്റെയും പൊങ്ങച്ചത്തിൻ്റെയും ദുരഭിമാനത്തിൻ്റെയും മതിൽക്കെട്ടുകളെ തകർത്തെറിഞ്ഞുകൊണ്ട് ഈ ലോകത്ത് വസിക്കുന്ന ഒരു മനുഷ്യൻ റബ്ബിൻ്റെ മുന്നിൽ വളരെ നിസാരനും വിനയാന്വിതനുമാണെന്ന് ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കുകയാണ് ഈ തക്ബീറിലൂടെ. പ്രിയമുള്ളവരെ, ഒരു മാസക്കാലത്തെ ജീവിതമൊന്ന് ആലോചിച്ചു നോക്കൂ. എത്ര ആത്മീയമായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു. നമ്മൾ ഒരു മാസക്കാലം ഒരു ആത്മീയ വിദ്യാലയത്തിലായിരുന്നു. റമദാൻ എന്ന് പറയുന്ന ഗുരുനാഥൻ്റെ കീഴിൽ അച്ചടക്കമുള്ള ഒരു വിദ്യാർത്ഥിനിയായിട്ട് ജീവിക്കുകയായിരുന്നു നമ്മൾ. യാതൊരു തരത്തിലുള്ള തിന്മകളും നമ്മളെ ബാധിച്ചില്ല. മറിച്ച് ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറക്കിയ അനുഗ്രഹങ്ങളുടെ പേമാരിയെ, നന്മയുടെ പേമാരിയെ കഴിവിൻ്റെ പരമാവധി ഉൾക്കൊള്ളുവാൻ ഞാനും നിങ്ങളും ശ്രദ്ധിച്ചു. നമ്മുടെ ജീവിതത്തിൻ്റെ അജണ്ടകളെ മാറ്റിപ്പണിയുകയായിരുന്നു റമദാൻ. എന്നെക്കൊണ്ടാവില്ല എന്ന് പറഞ്ഞിരുന്ന പല കാര്യങ്ങളും എന്നെക്കൊണ്ട് സാധിക്കുമെന്ന് വിശുദ്ധ റമദാനിലൂടെ നമ്മൾ തെളിയിച്ചിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നോക്കൂ നിങ്ങൾ, എത്രയെത്ര സംഭവ വികാസങ്ങളാണ്. പുലർച്ചെ സമയത്ത് നമ്മൾ എഴുന്നേൽക്കാൻ പഠിച്ചില്ലേ? നമ്മളെ പരിശീലിപ്പിച്ചില്ലേ? നമ്മെ പഠിപ്പിച്ചില്ലേ? അങ്ങനെ ആ സമയത്ത് എഴുന്നേറ്റുകൊണ്ട് നാഥൻ്റെ മുന്നിൽ എഴുന്നേറ്റ് നമസ്കരിക്കുവാൻ നമുക്ക് സാധ്യമാകുമെന്ന് റമദാൻ നമ്മളെ പഠിപ്പിച്ചിരിക്കുകയാണ്. റമദാനിൽ നമ്മൾ ആർജിച്ചെടുത്ത മുഴുവൻ നന്മകളെയും ശവ്വാലിൻ്റെ പിറ കാണുന്നതോടുകൂടി എല്ലാത്തിനെയും വലിച്ചെറിഞ്ഞുകൊണ്ട് നേരത്തെ കഴിഞ്ഞകാല ജീവിതത്തിലേക്ക് തന്നെയാണ് തിരിച്ചു പോകാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നതെങ്കിൽ ഈ റമദാൻ നമുക്ക് വെറുതെയായി മാറും. മഹാനായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞത് ഇപ്രകാരമാണ്: നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു റമദാൻ ആസ്വദിക്കാൻ, അനുഭവിക്കാൻ ലഭിച്ചിട്ടും സ്വർഗം വാങ്ങാൻ കഴിയാത്തവന്, പാപത്തിൽ നിന്ന് മോചനം നേടാൻ കഴിയാത്തവന്
മൂക്കുകുത്തി വീഴട്ടെ, അവന് ശാപവും ഉണ്ടാകട്ടെ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ പ്രാർത്ഥനയ്ക്ക് ആമീൻ പറയുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഏത് വിഭാഗത്തിലാണ് ഉൾക്കൊള്ളുന്നത് എന്ന് ഞാനും നിങ്ങളും ആലോചിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, റമദാനിൻ്റെ മഹത്വം എന്ന് പറയുന്നത് മാനവരാശിക്ക് വഴി തുറന്നുകൊടുത്ത വിശുദ്ധ ഖുർആനിൻ്റെ മഹത്വമാണ്. ആ വിശുദ്ധ ഖുർആനായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ കൂട്ടുകാരി. ഖുർആൻ ഓതാത്ത ഒരു ദിവസം നമ്മുടെ മുമ്പിൽ കഴിഞ്ഞു പോയിട്ടുണ്ടോ? ഇല്ല. ഇനി റമദാൻ കഴിഞ്ഞ് ശവ്വാൽ വന്നാൽ ആ വിശുദ്ധ ഖുർആനിനെ ജീവിതത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് വലിച്ചെറിയാനാണ് നമ്മുടെ പുറപ്പാടെങ്കിൽ നോമ്പ് നമ്മളെ സ്വാധീനിച്ചിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. പ്രിയമുള്ളവരെ, ഖുർആൻ നമ്മുടെ ഇമാമാണ്, ഖുർആൻ നമ്മുടെ ഹുദയാണ്, ഖുർആൻ നമ്മുടെ വെളിച്ചമാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ തെളിച്ചമാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാത്ത, വിശുദ്ധ ഖുർആൻ പഠിക്കാത്ത ഒരു ദിവസം പോലും നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകാൻ പാടില്ല. വിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിക്കുന്ന മാതൃകകളായി മാറി ലോകത്തെ മുഴുവൻ മനുഷ്യർക്കും ഈ വെളിച്ചം നമ്മൾ പ്രസരിപ്പിച്ചു കൊടുക്കേണ്ട ബാധ്യത മുസ്ലിം സമുദായത്തിനുണ്ട് എന്നത് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതാണ്. പ്രിയമുള്ളവരെ, നാം കൈവച്ച സകല മേഖലകളെയും ശുദ്ധീകരിക്കുകയായിരുന്നു റമദാനിലൂടെ, അല്ലേ? സാമ്പത്തിക മേഖല ശുദ്ധീകരിച്ചു. കോടിക്കണക്കായ പണമാണ് പാവപ്പെട്ടവൻ്റെ പോക്കറ്റിലേക്ക് വന്നത് ഈ വിശുദ്ധ റമദാനിലൂടെ. ഇസ്ലാമിലല്ലാതെ ഇത്തരത്തിലുള്ള ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു അവസ്ഥ വേറെ ഏത് മതത്തിലാണ് നമുക്ക് ദർശിക്കാൻ കഴിയുക? തൻ്റെ സമ്പത്തിൽ നിന്ന് നിശ്ചിത വിഹിതം തനിക്കർഹതപ്പെട്ടതല്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പാവപ്പെട്ടവൻ്റെ അവകാശം കൃത്യമായി കൊടുത്ത് സമ്പത്തിനെ സകാത്തിലൂടെയും സദഖയിലൂടെയും ശുദ്ധീകരിക്കുകയായിരുന്നു ഇക്കഴിഞ്ഞ റമദാനിലൂടെ നമ്മൾ ചെയ്തത്. അങ്ങനെ വിശുദ്ധമായ ഒരു ജീവിതം നോക്കൂ നിങ്ങൾ. ഈ പെരുന്നാൾ ദിവസം പോലും മാനുഷിക മുഖമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ ഈ സന്തോഷത്തിൻ്റെ സുദിനത്തിൽ ഒരൊറ്റ കുടുംബവും പട്ടിണി കിടക്കാൻ പാടില്ല എന്ന ഒരു പ്രഖ്യാപനം കൂടിയാണ് സകാത്തുൽ ഫിത്ർ എന്ന് പറയുന്ന മഹിതമായ ഇബാദത്തിലൂടെ മുസ്ലിം സമുദായം നിർവഹിച്ചത്. പാവപ്പെട്ടവൻ്റെ ഉമ്മറപ്പടിയിലേക്ക് സകാത്തുൽ ഫിത്ർ സക്കാത്ത് നൽകിക്കൊണ്ടാണ് ഈദ്ഗാഹുകളിലേക്ക് നമ്മൾ കടന്നു വന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഇന്നലെ സന്ധ്യാസമയത്ത് പടിഞ്ഞാറൻ ചെരുവിൽ ഷവ്വാലിൻ്റെ പിറവിയെടുത്തതോടുകൂടി ഒരു മുത്തക്കി പിറവിയെടുക്കുകയാണ് ചെയ്തത്. ഒരു മുത്തക്കി പിറവിയെടുത്തിട്ടുണ്ടോ എന്നത് ആത്മപരിശോധന നടത്തേണ്ടത് എൻ്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്തമാണ്. പ്രിയമുള്ളവരെ, ചുരുക്കി പറഞ്ഞാൽ ഒരു കുഞ്ഞിൻ എങ്ങനെയാണ് ജനിച്ചത് വീണത്? യാതൊരു തെറ്റുകളും ഉണ്ടാവില്ലല്ലോ, ശുദ്ധ പ്രകൃതിയിലല്ലേ? അതുപോലെ ഒരു ശുദ്ധ പ്രകൃതിയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. എന്നാൽ ഈ ശുദ്ധ പ്രകൃതിയെ തകർത്തു മാറ്റാൻ മനുഷ്യൻ്റെ പരമവഞ്ചകനായിട്ടുള്ള ശൈത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ഇന്ന ശൈത്വാന ലക്കും അദുവൻ ഫത്തഹിദൂഹു അദുവ. തീർച്ചയായും പിശാച് നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ്. അവനെ നിങ്ങൾ ശത്രുവായി തന്നെ കാണണം കേട്ടോ. നന്മയുടെ മാർഗത്തിൽ വഴിമുടക്കിയായിട്ട് നമ്മെ തിന്മയുടെ കയങ്ങളിലേക്ക് കൊണ്ടുപോകാൻ പിശാച് ശ്രമിക്കും. ആ പിശാചിനെതിരെയുള്ള പോരാടാനുള്ള കരുത്തും ഉൾക്കരുത്തുമാണ് ഒരു മാസക്കാലമായി നമ്മൾ നേടിയെടുത്തത്. പിശാചിനെ ഒരു മാസം നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും മാറ്റിവെക്കുകയുണ്ടായി. നമ്മെ സ്വാധീനിക്കാൻ വേണ്ടി കടന്നു വന്നപ്പോൾ ആ ശൈത്താനോട് പറഞ്ഞു, ശൈത്താനെ, ഇത് മാസം റമദാനാണ്, നിന്റെ ഇംഗിതത്തിന് എന്നെ കിട്ടുകയില്ല, ഞാൻ നിന്റെ മുന്നിൽ മുട്ടുമടക്കുകയില്ല എന്ന്. പ്രിയമുള്ളവരെ, ഇന്ന് പെരുന്നാൾ ദിവസമാണ്. ആ പിശാച് കൂടുതൽ കരുത്തോടുകൂടി നമ്മളെ സമീപിക്കും. ഇന്ന് പെരുന്നാളല്ലേ, ആസ്വദിച്ചോളൂ, ആനന്ദിച്ചോളൂ, ആഹ്ലാദിച്ചോളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മെ തിന്മയിലേക്ക് ക്ഷണിക്കുമ്പോൾ അരുത് കേട്ടോ, പോട ശൈത്താനെ, മാറിപ്പോകൂ. ഞാൻ അള്ളാഹുവിൻ്റെ മുന്നിൽ ഒരു മുത്തക്കിയായ ജീവിതം നയിക്കാൻ പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ്. എൻ്റെ ഈ ജീവിതത്തിൽ കളങ്കം ചാർത്താൻ ഞാൻ ഒരുക്കമല്ല എന്ന് ഈ പെരുന്നാൾ ദിവസം പ്രഖ്യാപിക്കാൻ വിശ്വാസികൾക്ക് സാധിക്കണം. പ്രിയമുള്ളവരെ, ഹിജ്റ 2-ാം വർഷത്തിലാണ് നോമ്പ് നിർബന്ധമാക്കിയത്. അതേ 2-ാം വർഷം റമദാനിൽ തന്നെയാണ് ബദർ എന്ന് പറയുന്ന വസുവത്ത് ബദറുൽ കുബ്ര നടന്നത്. കാലത്തിൻ്റെ കരങ്ങൾക്ക് മായ്ച്ചു കളയാനാവാത്ത ബദർ നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തവും മാംസവും മജ്ജയും സമർപ്പിക്കാൻ തയ്യാറായ ബദരീങ്ങളുടെ ഓർമ്മകളാണ് നമ്മളെ ഈ സന്ദർഭത്തിൽ
ഓർത്തിരിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ സരണിയിൽ എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ പ്രവർത്തിക്കാൻ ഞാൻ ഒരുക്കമാണ് എന്ന് ഈ ഈദുൽ ഫിത്തർ ദിനത്തിൽ ഞാനും നിങ്ങളും പ്രതിജ്ഞ എടുക്കണം. പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പ്രചരിപ്പിക്കുവാൻ ഞാൻ എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ ശ്രമിക്കുമെന്നും ശ്രദ്ധിക്കുമെന്നും പ്രതിജ്ഞ എടുക്കാൻ ഞാനും നിങ്ങളും ഈ സന്ദർഭത്തിൽ തയ്യാറാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ റമളാനിൽ നമ്മൾ ചെയ്തതെന്താണ്? പാപപങ്കിലമായിട്ടുള്ള മനസ്സുകളെ നീക്കം ചെയ്ത് ഒരു ശുദ്ധ മനസ്സിനെ കൊണ്ടുവരികയായിരുന്നു നമ്മൾ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. തൗബയുടെ വാതിലുകൾ തുറന്നിട്ടു, ഇസ്തിഗ്ഫാറിൻ്റെ വാതിലുകൾ തുറന്നിട്ടു. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി, തപിക്കുന്ന ചുണ്ടുകളുമായി, ചുട്ടുതിളക്കുന്ന ഹൃദയവുമായി, വിറക്കുന്ന കൈകാലുകളുമായി അള്ളാഹുവിനോട് നമ്മുടെ പാപങ്ങളെല്ലാം പറഞ്ഞില്ലേ, ഏറ്റുപറഞ്ഞില്ലേ? നടന്നുപോയ വഴികളെപ്പറ്റി, ചെയ്തുപോയ അബദ്ധങ്ങളെപ്പറ്റി, കണ്ടുപോയ കാഴ്ചകളെപ്പറ്റി എല്ലാം റബ്ബിനോട് വ്യക്തമായും ശക്തമായും ഊന്നി പറഞ്ഞു. പടച്ചവനെ, എൻ്റെ പാപങ്ങൾ പുറത്തു തരണമേ, ഞാൻ നിൻ്റെ മുന്നിൽ ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്, അതെല്ലാം നീ എനിക്ക് പുറത്തു തരണമേ എന്ന് പറഞ്ഞു. അള്ളാഹു ആകട്ടെ മനുഷ്യരോട്, വിശ്വാസികളോട് പറഞ്ഞിട്ടുണ്ട്, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. സ്വന്തം ആത്മാക്കളോട് തന്നെ അതിക്രമം ചെയ്തു പോയിട്ടുള്ള എൻ്റെ അടിമകളെ, അടിയാത്തികളെ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ച് നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല, അതെ പ്രതീക്ഷ വെച്ച് പുലർത്തുക എന്ന്. അങ്ങനെ നാം പാപം പുറത്തു കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് മനമുരുകി പ്രാർത്ഥിച്ചു, ശുദ്ധ ജീവിതം നയിച്ചു. ഈ ശുദ്ധ ജീവിതത്തെ ഇന്നത്തെ ദിവസം മുതൽ അശുദ്ധ ജീവിതമാക്കി മാറ്റാനാണ് നമ്മുടെ പുറപ്പാടെങ്കിൽ, ഒരു മാസക്കാലമായി ത്യാഗപൂർണമായ ജീവിതത്തിലൂടെ ഞാനും നിങ്ങളും കെട്ടിപ്പടുത്ത ഭക്തിയുടെ ഈ പളുങ്കുപാത്രം ഒരൊറ്റ നിമിഷം കൊണ്ട് തച്ചുടക്കലായിരിക്കുമത്. വിശുദ്ധ ഖുർആൻ 16-ാം അധ്യായം സൂറത്ത് നഹ്ലിൽ അതിന് ശക്തമായ ഒരു ഉപമയാണ് നമുക്ക് മുമ്പിൽ വിവരിക്കുന്നത്. വലാ തകൂനു കല്ലത്തി നഖലത്ത് മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസ. അല്ലയോ പ്രിയമുള്ളവരെ, നിങ്ങളൊരു പെണ്ണിനെ പോലെ നിങ്ങളാകരുത്. എന്താണ് ആ പെണ്ണ് ചെയ്തതെന്നറിയുമോ? ഉറപ്പോടെ നാളുകളായി ഉറപ്പോടെ നൂൽ നൂറ്റ്. അങ്ങനെ നൂൽ നൂറ്റ ശേഷം ആ നൂലുകൾ പല ഇഴകളായി തുണ്ടമായി പിഴയുടച്ചു കളഞ്ഞ ആ സ്ത്രീയെപ്പോലെ നിങ്ങളാകരുത് എന്നാണ്. ഒരു മാസം രാവും പകലുമില്ലാതെ അള്ളാഹുവിൻ്റെ സരണിയിൽ ജീവിച്ച നമ്മൾ ഒരൊറ്റ ദിവസം കൊണ്ട് അതെല്ലാം നശിപ്പിക്കുന്ന വിധം ആയിപ്പോകരുതേ. ആ നിർഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നിങ്ങളാരും പെട്ടുപോകരുതേ എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. പെരുന്നാൾ നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? സ്നേഹത്തിൻ്റെ, സൗഹാർദ്ദത്തിൻ്റെ, അനുകമ്പയുടെ സന്ദേശമാണ്. ഒരു മാസക്കാലമായി ദാനധർമ്മത്തിൽ ഏർപ്പെട്ട നമ്മൾ ഇന്നത്തെ ദിവസവും ദാനധർമ്മത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈദ്ഗാഹിൽ പെരുന്നാൾ നമസ്കാരത്തിൽ മുസല്ലയിൽ നമസ്കാരം നിർവഹിച്ച് ഖുത്ബ നിർവഹിച്ച ശേഷം ജനങ്ങളോട്, വിശിഷ്യ സ്ത്രീകളുടെ ഭാഗത്തേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട്, സഹോദരിമാരെ നിങ്ങൾ ദാനം ചെയ്യണേ, സ്വതക്ക ചെയ്യണേ എന്ന് പ്രത്യേകം ഊന്നിപ്പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ അതിരുകളില്ലാത്ത, പരിധികളില്ലാത്ത, പരിമിതികളില്ലാത്ത സാമ്പത്തികമായിട്ടുള്ള ശുദ്ധീകരണത്തിൻ്റെ മതമായി ഇസ്ലാം നമുക്ക് ദർശിക്കാൻ കഴിയും. പ്രിയമുള്ളവരെ, അങ്ങനെ ഓരോ നന്മകളും നിങ്ങൾ എടുത്തു നോക്കുക. ഞാൻ ദീർഘിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നില്ല. ഈ പെരുന്നാൾ ദിവസം എന്ന് പറയുന്നത് നമുക്ക് സന്തോഷിക്കാനും ആഹ്ലാദിക്കാനുമുള്ളതാണ്. ഇസ്ലാമിൻ്റെ വൃത്തത്തിൽ ഒതുങ്ങി നിൽക്കുന്ന എല്ലാ ആഹ്ലാദ പ്രകടനങ്ങളും ആഘോഷങ്ങളും നമുക്ക് നടത്താൻ പറ്റുന്നതാണ്. നമുക്കറിയാമല്ലോ, ഈ കാലഘട്ടത്തിൽ ആഘോഷങ്ങളെല്ലാം തന്നെ ഉത്സവങ്ങളായി, അക്രമങ്ങളായി, അതിക്രമങ്ങളായി, കലാപങ്ങളായി മാറുന്ന ഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ ഈ പെരുന്നാൾ എന്ന് പറയുന്ന ആഘോഷം സ്നേഹത്തിൻ്റേതാണ്, സഹിഷ്ണുതയുടേതാണ്, കാരുണ്യത്തിൻ്റേതാണ്. ഈ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ ഉടനെ നാം ചെയ്യുന്നതെന്താണ്? ഹൃദയവും ചേർത്ത് വെച്ച് തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും എന്ന് പറഞ്ഞുകൊണ്ട് ഈദാശംസകൾ കൈമാറുന്നു, അല്ലേ? കെട്ടിപ്പിടിച്ച് ആശ്ലേഷിക്കുന്നു, കുടുംബ വീടുകൾ സന്ദർശിക്കുന്നു, രോഗികളെ സന്ദർശിക്കുന്നു. അങ്ങനെ കുടുംബ ബന്ധം ഊഷ്മളമാക്കുവാൻ, വ്യക്തിബന്ധം ഊഷ്മളമാക്കുവാൻ, അതുപോലെ തന്നെ സാഹോദര്യ ബന്ധം ഊഷ്മളമാക്കുവാൻ ഇതുപോലുള്ള സംഗതികളിൽ നമ്മൾ ഏർപ്പെടുന്നു. നോക്കൂ നിങ്ങൾ, ഈ പൊന്നാനി ഹാർബറിൽ 14 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന ഈദ്ഗാഹ് പോലും ആ സൗഹൃദത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി നമുക്ക് രേഖപ്പെടുത്താൻ സാധിക്കും. മറ്റു തരത്തിലുള്ള ചിന്തകളോ വികലമായ ധാരണകളോ ഒന്നുമില്ലാതെ കയ്യും മെയ്യും മറന്ന് ഒരൊറ്റ മനസ്സോടുകൂടി
നാം ഒരുമിച്ച് ഒരു മാലയിലെ മുത്തുമണികളെപ്പോലെയാണ് ഇവിടെ നിലകൊള്ളുന്നത്. ഈ സ്നേഹവും ഐക്യവും സന്തോഷവും നമ്മുടെ ജീവിതത്തിൻ്റെ നിഖിലമണ്ഡലങ്ങളിലും ഉണ്ടാകണമേ എന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി വസിയത്ത് ചെയ്യുകയാണ് പ്രിയമുള്ളവരെ. അതിനാൽ ഈ പെരുന്നാൾ ദിവസം നാം കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക. പ്രിയപ്പെട്ടവരെ, ഈ സന്തോഷത്തിൻ്റെ സുദിനത്തിലും നമ്മെ വേദനിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. ഈ പരിശുദ്ധ റമദാൻ ഒരാഴ്ച പിന്നിട്ടപ്പോഴതാ കേൾക്കുന്ന വെടിയൊച്ചകൾ എന്തൊക്കെയാണ് നമുക്കറിയാമല്ലോ. കഴിഞ്ഞ വർഷം ഫലസ്തീനിലെ ജനതയ്ക്ക് നേരെ അതിക്രൂരമായിട്ടുള്ള അക്രമങ്ങളും മർദ്ദനമുറകളുമാണ് സയനിസ്റ്റ് രാജ്യം നടത്തിയിരുന്നെങ്കിൽ ഇത്തവണ ഫെബ്രുവരി 28 ഏകപക്ഷീയമായി ഇറാന് നേരെ നടത്തിയ കടന്നുകയറ്റമായിരുന്നു. അവരെങ്ങനെയാണ് ആ യുദ്ധത്തിന് അക്രമത്തിന് തുടക്കം കുറിച്ചത് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇറാനിലെ ഒരു വിദ്യാലയത്തിൻ്റെ കൊണ്ടുപോയി ബോംബുകൾ വർഷിക്കുകയായിരുന്നു. പാവപ്പെട്ട നിഷ്കളങ്കരും നിരപരാധികളുമായ കുഞ്ഞുങ്ങളുടെ വേരറുക്കാനാണ് അവർ തീരുമാനിച്ചത്. 175ഓളം വരുന്ന കുട്ടികളെ നിഷ്കരുണം അവർ കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. അങ്ങനെ മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഈ സയനിസ്റ്റ് രാജ്യം കൊലവിളി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പാവപ്പെട്ട ഒരു ജനവിഭാഗത്തിന്, മർദ്ദിതരായ ജനവിഭാഗത്തിന് വേണ്ടി നമുക്ക് ഐക്യപ്പെടേണ്ടത് ആവശ്യമില്ലേ? അവരോട് ഐക്യപ്പെടണം. ഒരു പ്രാർത്ഥനയെങ്കിലും 5 നേരത്തെ നിസ്കാരത്തിന് ശേഷം റബ്ബിനോട് നമ്മൾ നടത്തുന്നില്ലെങ്കിൽ നമുക്കൊക്കെ എന്ത് ഈമാനാണുള്ളത് പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്കേണ്ടതാണ്. അങ്ങനെ ലോകത്തിൻ്റെ ഗതിവിഗതികളിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും പരീക്ഷണങ്ങളും മർദ്ദന പീഡനമുറകളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണേ എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഫെബ്രുവരി 28 തുടങ്ങിയ യുദ്ധം 2ാമത്തെ ദിവസം അഥവാ മാർച്ച് 1 ഇറാനിലെ പരമോന്നത നേതാവായ ഖംനായിയെയും കുടുംബത്തെയും വധിച്ചു കളയുകയാണ് അവർ ചെയ്തത്. ഇന്നും യുദ്ധം നിലച്ചിട്ടില്ല. ആ യുദ്ധത്തിൻ്റെ അലയൊലികൾ ഞാനും നിങ്ങളും ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അടുക്കളയിലേക്ക് പോലും യുദ്ധം കടന്നു വന്നിരിക്കുകയാണ്. ഈ യുദ്ധം അവസാനിക്കേണ്ടതുണ്ട്. അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം എത്രയും പെട്ടെന്ന് ഈ പ്രതിസന്ധിയിൽ നിന്ന്, പരീക്ഷണത്തിൽ നിന്ന് മോചനം നേടാൻ. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ നല്ല ഉടയാടകൾ അണിഞ്ഞ് ഇന്ന് നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിക്കുമ്പോൾ കൃത്യമായി ഭക്ഷണം കിട്ടാത്ത, ഉടയാടകളില്ലാത്ത, അന്തിയുറങ്ങാൻ തകർന്ന് തരിപ്പണമായിട്ടുള്ള ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കഴിയുന്ന ഗസയിലെ മനുഷ്യരെ ഓർക്കാതെ നമുക്കൊരു പെരുന്നാൾ ആഘോഷം സാധ്യമല്ല പ്രിയമുള്ളവരെ. ആ മർദ്ദിതരായ മനുഷ്യർക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണേ എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, സഹോദരികളെ, ഞാൻ എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു. ഈ കൊടും വെയിലിലും ഇത് കേൾക്കാൻ വേണ്ടി ഇവിടെ സന്നിധരായിട്ടുള്ള പ്രിയമുള്ളവരെ ഓർമ്മപ്പെടുത്താനുള്ള വാക്കുകൾ ഇത് തന്നെയാണ്. ഒരു മാസക്കാലം നമ്മൾ നിർമ്മിച്ചെടുത്ത ഈ തഖ്വ ഒരിക്കലും കെട്ടുപോകരുത്. അത് കെടാതെ കെടുത്താതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. വിശുദ്ധ ഖുർആനിൽ നോമ്പിനെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന ആയത്തിൻ്റെ തുടക്കവും ഒടുക്കവും ലഅല്ലക്കും തത്തഖൂൻ, ലഅല്ലഹും യത്തഖൂൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് 183-ാമത്തെയും 187-ാമത്തെയും ആയത്ത് അവസാനിപ്പിക്കുന്നത്. നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടി എന്നാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ ആർക്കാണ് തഖ്വയുള്ളത് അവർക്കാണ് അള്ളാഹുവിൻ്റെ പക്കൽ സ്ഥാനമുള്ളത്. മറ്റൊരു മാനദണ്ഡങ്ങളുമില്ല എന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടതുണ്ട്. അതിനാൽ തഖ്വയോടുകൂടി ജീവിക്കുവാൻ ഞാനും നിങ്ങളും തയ്യാറാകണമെന്ന് ഈ സന്ദർഭത്തിൽ ഊന്നിപ്പറയുകയാണ്. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഇരു ലോകത്തും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ദുനിയാവിലും ആഖിറത്തിലും സമാധാനവും സൗഖ്യവും പ്രദാനം ചെയ്യുമാറാകട്ടെ. മർദ്ദകരായ ആളുകൾക്ക് അല്ലാഹു എത്രയും വേഗം കടുത്ത പരാജയം നൽകുമാറാകട്ടെ. മർദ്ദിതരായ ജനവിഭാഗത്തിന് അല്ലാഹു നിർഭയത്വവും സമാധാനവും നൽകുമാറാകട്ടെ. അർഹമുറാഹിമീനായ നാഥ, ഞങ്ങൾ നിർമ്മിച്ചെടുത്ത, ഞങ്ങൾ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും നീ സ്വീകരിക്കണമേ റഹ്മാനെ. ഇതിലെന്തെങ്കിലും പോരായ്മകൾ, വീഴ്ചകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നീ അത് ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹുവേ, പലതരത്തിലുള്ള രോഗങ്ങളാലും വേദനകളാലും പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരന്മാർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഈ സന്തോഷകരമായിട്ടുള്ള ഈദ്ഗാഹിലെത്താൻ കഴിയാതെ നൊമ്പരപ്പെടുന്ന, നെടുവീർപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങളും സഹോദരിമാരും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടല്ലോ റബ്ബേ. അവരുടെ എല്ലാ പ്രയാസങ്ങളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും നീ ശിഫയാക്കി കൊടുക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞുപോയ പ്രിയപ്പെട്ടവർ, ഞങ്ങളുടെ സ്നേഹനിധികളായ മാതാപിതാക്കൾ, സന്താനങ്ങൾ, സഹോദരന്മാർ, ഉറ്റവർ, ഉടയവർ എല്ലാവർക്കും നീ മാഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ നാഥ.
സർവാധിനാഥനായ റബ്ബേ, ഞങ്ങൾക്ക് നീ നിൻ്റെ പരലോകത്ത് സ്വർഗം തന്ന് അനുഗ്രഹിക്കണമേ റബ്ബേ. മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കുവാൻ നീ ഞങ്ങൾക്ക് ഉദവി നൽകണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا دعاءنا وصلاتنا وصيامنا وركوعنا وسجودنا وزكاتنا يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار واغفر لنا يا غافر المذنبين ويا أرحم الراحمين. السلام عليكم ورحمة الله. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഈദ് മുബാറക്. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും.